ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ് കേട്ടോ. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത് നോക്കാം. മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് കഴുകിയ മല്ലിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് ഞാനിവിടെ മല്ലി എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകം കേട്ടോ, അതായത് ചെറിയ ജീരകല്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി കുരുമുളകാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ രസത്തിന് നല്ല എരിവുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കണം. ഉലുവ ഒരു പിഞ്ച് അളവിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് കൂടുതലായിട്ട് വരും കേട്ടോ. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതധികം അരഞ്ഞു പോവരുത് കേട്ടോ, അതായത് പേസ്റ്റ് പോലത്തെ കൺസിസ്റ്റൻസിയിലൊന്നും ആവരുത്. ഒന്ന് ചതച്ചിട്ട് ഇതുപോലൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. രസമല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാട്ടോ. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മല്ലീൻ്റെ ആ ഒരു കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയും പച്ചമുളകുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് വഴച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രസത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടീൻ്റെ കളറാണ് കേട്ടോ, വേറെ മുളക് പൊടി ഒന്നും ഇതിൽ ഉപയോഗിക്കില്ല കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായാണ്. ഞാൻ ഇവിടെ ചെറിയൊരു കഷ്ണം കായാണ് എടുത്തിരിക്കുന്നത്. അതല്ല പൗഡറായിട്ട് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ചെറിയ നാരങ്ങേൻ്റെ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഈ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വാളംപുളി വെള്ളത്തിന് 1.5 കപ്പ് സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയില കൂടെ ചേർത്തിട്ട് ഇത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ രസം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും മല്ലിയൊക്കെ നല്ലപോലെ വെന്തിട്ട് തക്കാളി കുടഞ്ഞിട്ട് ആ ഒരു രസം സെറ്റായിട്ടുണ്ടായിരിക്കും. അങ്ങനെ 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് രസം അതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ നല്ല രസമാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. വേറെ കറികളൊന്നും ആവശ്യമില്ല. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.